ആരോഗ്യമന്ത്രിയെ ചോദ്യം ചെയ്ത് അബിൻ വർക്കി. ആറന്മുള നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ഇടത് വലത് സ്ഥാനാർത്ഥികൾ തമ്മിൽ ശക്തമായ വാഗ്വാദം. പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സ്ഥാനാർത്ഥി സംവാദത്തിനിടെയാണ് മന്ത്രി വീണ ജോർജും എതിർ സ്ഥാനാർത്ഥി അബിൻ വർക്കിയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയത്. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്തെ ആരോഗ്യമേഖല വലിയ തകർച്ചയിലാണെന്ന് അബിൻ വർക്കി ആരോപിച്ചു. കണ്ണൂരിൽ വെച്ച് തനിക്ക് നേരെ നടന്ന ആക്രമണത്തെക്കുറിച്ചുള്ള അബിന്റെ പരാമർശങ്ങൾ സംവാദത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചു. സംഭവത്തിൽ തെളിവ് നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടും ആരും മുന്നോട്ട് വന്നിട്ടില്ലെന്നും സംഭവസ്ഥലത്തെ CCTV ദൃശ്യങ്ങളിലൊന്നും ആക്രമണം നടന്നതിന്റെ തെളിവുകൾ ലഭ്യമല്ലെന്നും അബിൻ പറഞ്ഞു. കഴുത്തിന് ഗുരുതര പരിക്കേറ്റുവെന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നിട്ടും തൊട്ടടുത്ത ദിവസം തന്നെ മന്ത്രി യാത്ര ചെയ്തത് പരിഹാസ്യമാണെന്നും ആരോഗ്യവകുപ്പിന്റെ വിശ്വാസ്യതയെ ഇത് ബാധിക്കുന്നുണ്ടെന്നും അബിൻ കുറ്റപ്പെടുത്തി. എന്നാൽ താൻ ആക്രമിക്കപ്പെട്ടുവെന്ന നിലപാടിൽ മന്ത്രി വീണ ജോർജ് ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനുള്ള അജണ്ടയുടെ ഭാഗമാണ് അബിന്റെ ഇത്തരം വാദങ്ങളെന്ന് മന്ത്രി തിരിച്ചടിച്ചു. സംവാദത്തിൽ ഡിവൈഎഫ്ഐക്കെതിരെയും അബിൻ വർക്കി ആരോപണം ഉന്നയിച്ചു. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഡിവൈഎഫ്ഐ പണം നൽകിയെന്ന് പറയുന്നു. എന്നാൽ പറഞ്ഞ തീയതിയിൽ മുഴുവൻ പണവും നൽകിയിട്ടില്ലെന്നാണ് അബിൻ പറയുന്നത്. 2025 ഏപ്രിൽ മാസം 20 കോടി നൽകിയെന്നാണ് ഡിവൈഎഫ്ഐ അവകാശപ്പെടുന്നത്. എന്നാൽ അവർ മുഴുവൻ തുക അന്ന് നൽകിയില്ല. 10 മാസം കഴിഞ്ഞാണ് മുഴുവൻ തുക നൽകിയത്. ഈ 10 മാസത്തെ പലിശ ഇനത്തിൽ കോടികളുടെ തട്ടിപ്പ് നടന്നുവെന്നും അബിൻ പറയുന്നു.